കൊടിമര ജാഥയുടെ വിശേഷങ്ങളും വിവരങ്ങളുമായി പി വി കുട്ടൻ കൂടി ചേരുന്നുണ്ട്. പി വി കുട്ടൻ, കരിക്കോടാണ് ഇപ്പോൾ കൊടിമര ജാഥ, എം സ്വരാജ് നയിക്കുന്ന കൊടിമര ജാഥ എത്തിയിട്ടുള്ളത്, മീൻസ് പതാക ജാഥ എത്തിയിട്ടുള്ളത്. കശുവണ്ടി തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ സമരങ്ങൾ കൊണ്ട് ഐതിഹാസികമായ ഭൂമിയിലൂടെയാണ് ഇപ്പോൾ പതാക ജാഥ എത്തിയിരിക്കുന്നത്, കടന്നു പോകുന്നത്. എന്തൊക്കെ വിവരങ്ങൾ, എങ്ങനെ ആവേശോജ്വലമാണോ സ്വീകരണങ്ങൾ? അജിംഷാദ്, കൊടിമര ജാഥയും പതാക ജാഥയും ഇപ്പോൾ കരിക്കോടൊക്കെ എത്തി ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ്. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് കൊടിമര ജാഥ, സി എസ് സുജാത നയിക്കുന്ന കൊടിമര ജാഥ ഇവിടെ വലിയ സ്വീകരണം. നമുക്കിവിടെ ഒരു പ്രത്യേകത എന്നുള്ളത് കുട്ടികളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും മുതിർന്നവരും തൊഴിലാളികളും ഒക്കെ അടങ്ങുന്നൊരു വലിയ ജനസഞ്ചയമാണ് ഈ ജാഥകളെ സ്വീകരിക്കുന്നതിനോട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എം സ്വരാജ്, പതാക ജാഥയുടെ ക്യാപ്റ്റൻ എം സ്വരാജിനെ ഇവിടെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 1-ാം തീയതി മാർച്ച് 1-ാം തീയതി കയ്യൂരിൽ നിന്നാണ്, വിപ്ലവ സ്മരണകൾ ഇരമ്പുന്ന കയ്യൂരിൻ്റെ ചുവന്ന മണ്ണിൽ നിന്നാണ് പതാക ജാഥ പുറപ്പെട്ടത്. അതിന് ഇപ്പോൾ കൊടിമര ജാഥയും പതാക ജാഥയും ഒന്നിച്ചിരിക്കുകയാണ്. അതിനുശേഷം ദീപശിഖ ജാഥ കൂടി എത്തും. പി കെ ബിജു നയിക്കുന്ന ദീപശിഖ ജാഥ കൂടി എത്തും. വൈകുന്നേരം 5:30 മണിയോടുകൂടി തന്നെ ഈ 3 ജാഥകളും ആശ്രമം മൈതാനത്തേക്ക് എത്തും. വളരെ അവിടെ പൊതുസമ്മേളന നഗരിയിൽ വൈകിട്ട് 5:30-6 മണിയോടുകൂടി തന്നെ പതാക ഉയരും. ഇപ്പോൾ വളരെ ആവേശകരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. വലിയ ജനസഞ്ചയം തന്നെ ഓരോ കേന്ദ്രങ്ങളിലും ഈ ജാഥകളെ വരവേൽക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അജിംഷാദ്. തീർച്ചയായും ആവേശോജ്വലമായ ഭൂമികയിലൂടെ അതിൻ്റെ ചരിത്ര പ്രസക്തിയൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. അപ്പോൾ കൊടിമര ജാഥയും പതാക ജാഥയും ഏതാണ്ട് കരിക്കോട് തന്നെ എത്തിയിരിക്കുന്നു അല്ലേ? ഇനിയിപ്പോൾ ദീപശിഖ ജാഥ കൂടി ആശ്രാമം മൈതാനത്തേക്ക് എത്തുന്നതോടുകൂടി ഐതിഹാസികമായ ഒരു വേദിക്ക് കൊല്ലം ഒരിക്കൽ കൂടി വേദിയാവുകയാണ്. പി വി കുട്ടൻ, ചിക്കാഗോയിലും പാരീസിലും അജിംഷാദ്, ഇപ്പോൾ കൊടിമര ജാഥ അല്പസമയം മുമ്പ് ഇതുവഴി കടന്നുപോയി. ഇപ്പോൾ പതാക ജാഥയും കരിക്കോടൊക്കെ എത്തിയിരിക്കുന്നു. ദീപശിഖ ജാഥ, പി കെ ബിജു നയിക്കുന്ന ദീപശിഖ ജാഥയും അല്പസമയത്തിനകം നഗരത്തിലേക്ക് എത്തും. ഈ 3 ജാഥകളും ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു ജനാരവം തന്നെ ആശ്രമം മൈതാനത്തേക്ക് വൈകിട്ട് ഒഴുകിയെത്തും. ഇവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളന നഗരിയിൽ വൈകിട്ട് സ്വാഗത സംഘ ചെയർമാൻ കെ എൻ ബാലഗോപാലാണ് പതാക ഉയർത്തുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വൈകിട്ടോടുകൂടി തന്നെ കൊല്ലത്തേക്ക് എത്തിച്ചേരും. വൈകിട്ട് ഈ പതാക ഉയർത്തലിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. നാളെ രാവിലെ പ്രതിനിധി സമ്മേളനം കോടിയേരി സഖാവ് കോടിയേരിയുടെ പേരിലുള്ള പ്രതിനിധി സമ്മേളന ഹാളിൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ നിർണായകമായ തീരുമാനങ്ങൾ, ചർച്ചകൾ ഒക്കെ ഈ സമ്മേളനത്തിൽ ഉണ്ടാകും അജിംഷാദ്. തീർച്ചയായും, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി അവിടെ മാറുന്നത് ഒരിക്കൽ കൂടി ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അപ്പുറം മാത്രമാണ് ആശ്രമ മൈതാനം. അവിടേക്ക് ഈ മുഴുവൻ 3 ജാഥകളും സമ്മേളിക്കുന്നതോടുകൂടിയാണ് ഒരു ഐതിഹാസികമായ പ്രക്രിയയ്ക്ക് കൊല്ലം വേദിയാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് ഊർജ്ജവത്തായി സ്വയം തിരുത്തലിൻ്റെയും പരിഷ്കരിക്കലിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും ഒക്കെ ഒരു ഊർജ്ജവത്തായ വേദി ഒരുപക്ഷെ ഇന്ത്യയിൽ അത് യഥാക്രമം 3-3.5 വർഷത്തിനുള്ളിൽ കൃത്യമായി നടത്തുന്ന ഏക പ്രസ്ഥാനം എന്ന നിലയിൽ കൂടിയാണ് CPIM-നെ അടയാളപ്പെടുത്തേണ്ടത്. ആ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ കൃത്യമായ വശം എടുത്തുകാട്ടുന്ന പ്രസ്ഥാനം ഒക്കെ അല്പസമയത്തിനകം കൊടി ഉയരുന്നതോടുകൂടി ഈ ഒരു പ്രക്രിയയ്ക്ക് കൂടിയാണ് തുടക്കമാകുന്നത്. അജിംഷാദ്, ബ്രാഞ്ച് സമ്മേളനം മുതൽ ചിട്ടയായ സംഘടനാ സംവിധാനത്തിലൂടെ വളരെ അടുക്കും ചിട്ടയോടുകൂടി സമ്മേളനം നടത്തുക എന്നുള്ളത് CPIM-ന് മാത്രം കേരളത്തിൽ അവകാശപ്പെടുന്നൊരു സിസ്റ്റമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വിമർശകർ പോലും അതിനെ അംഗീകരിക്കാറുണ്ട്. കാരണം ബ്രാഞ്ച് സമ്മേളനങ്ങൾ, അതോടൊപ്പം തന്നെ ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം, ഇതൊക്കെ കൃത്യമായ ഇടവേളകളിൽ തന്നെ നടത്തി തീർത്ത് വളരെ കൃത്യമായ ചർച്ചകളും സ്വയം വിമർശനങ്ങളും അതോടൊപ്പം തന്നെയുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പാർട്ടിയുടെ സംഘടന വളർച്ച സംബന്ധിച്ചുള്ള പരിശോധന, അങ്ങനെ എല്ലാ സമഗ്രമായ പരിശോധന, ഒരു സംഘടന എന്ന നിലയിൽ എല്ലാ തരത്തിലുള്ള പരിശോധനയും നടത്തിക്കൊണ്ടാണ് വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് CPIM-ന്റെ സമ്മേളനങ്ങൾ മുന്നേറാറുള്ളത്. ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വളരെ നിർണായകമായൊരു രാഷ്ട്രീയ ഘട്ടം കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. 3ാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളത് കേരളമാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഒരു അത്തരമൊരു കാര്യങ്ങൾക്ക്, അതായത് 3ാമതും LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നോടിയായുള്ള
പ്രവർത്തനങ്ങൾ ഈ സമ്മേളനം ആസൂത്രണം ചെയ്യും. അതോടൊപ്പം തന്നെ സജീവമായ ചർച്ചയുണ്ടാകും. മുഖ്യമന്ത്രി തന്നെ ഈ കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ചുള്ള പുതിയ കാഴ്ചപ്പാടിൻ്റെ രേഖ അവതരിപ്പിക്കും, സമ്മേളനം മുമ്പാകെ അവതരിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു ദിവസം മുഴുവൻ ചർച്ചയുണ്ട്. അതോടൊപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ടിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള വളരെ സജീവമായ ചർച്ച നടക്കും. ഇതൊക്കെ CPM-ന് മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്, ഈ ചർച്ചകളും അതിലുള്ള വളരെ കൃത്യമായ മറുപടികൾ. അപ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ കേരളം ഉറ്റുനോക്കുന്ന ആ സമ്മേളനം കൂടിയാണ് ഇത്തവണ കൊല്ലത്ത് നടക്കുന്നത്. അജിംഷാദ്. ശരി, കുട്ടൻ PV കുട്ടനാണ് കൊല്ലത്തു നിന്നും തത്സമയ വിവരങ്ങൾ, വിശദാംശങ്ങൾ ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത്. CPM സംസ്ഥാന സമ്മേളനത്തിന് അല്പസമയത്തിനകം പതാക ഉയരും. കൊടിമര, ദീപശിഖ, പതാക ജാഥകൾ ഇതാ കൊല്ലം ആശ്രാമം മൈതാനത്തേക്ക് പൊതുസമ്മേളന വേദിയിലേക്ക് സംഗമിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഷമി പ്രഭാകറും PV കുട്ടനും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും നൽകിയത്.